ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ SMK പ്രകാശ് ബസ് ബോഡീൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് കേപ്പല്ല ബോഡികളെ കുറിച്ചായിരുന്നു. അങ്ങനെയിരിക്കെ 15th ആനിവേഴ്സറിയിൽ SMK പ്രകാശിൽ അങ്ങനെ വെഗ എന്ന് പറഞ്ഞൊരു പുതിയ ബോഡി കാര്യമൊക്കെ അവതരിപ്പിച്ചു. ഈ ഒരു ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേപ്പലിൻ്റെ അതേ സാദൃശ്യത്തിൽ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു വന്നത്, പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാലും ഒരുപാട് വ്യത്യാസങ്ങളോട് കൂടിയ ഒരു മോഡലായിട്ടായിരുന്നു ഈ ഒരു വണ്ടി വന്നത്. നമ്മുടെ കേപ്പല്ല വണ്ടികളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാദൃശ്യം നേടിയൊരു വണ്ടിയായിരുന്നു നമ്മുടെ ഈ വെഗ. വണ്ടി വന്ന ടൈമിൽ വണ്ടീൻ്റെ ബാക്ക് ഭാഗം നമ്മുടെ BMR ടൈപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ബാക്കിൽ വന്നിരുന്നത്. അതിന് ശേഷം വണ്ടിയിലൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നു, ബാക്ക് ഭാഗം മൊത്തത്തിൽ മാറ്റി എന്ന് തന്നെ പറയാം. വണ്ടീൻ്റെ ഫ്രണ്ട് ലുക്കും അതുപോലെ കൊമ്പ് കാര്യങ്ങളൊക്കെ ആയാലും വണ്ടി ഒരുപാട് കേപ്പല്ല വെച്ച് നോക്കുകയാണെങ്കിൽ വെഗ ഒരുപാട് സക്സസ് ആയി എന്ന് തന്നെ പറയാം. അതുപോലെ വെഗ ബോഡിയിലാണ് ഫസ്റ്റ് നമ്മുടെ പാസഞ്ചർ ഡോർ പുറത്തേക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കുന്ന രീതിയിൽ ഘടിപ്പിച്ചത് വെഗ ബോഡിയിലാണ്. അതിനാൽ ഈ വണ്ടിക്ക് നല്ല ഫാൻ ബേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബോഡിക്ക് നമ്മുടെ BMR ഫ്രണ്ട് മാറ്റി പലരും വെഗ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ കയറ്റി പല പല മോഡൽ കാര്യങ്ങളൊക്കെ ഇറക്കി. അങ്ങനെ ഇരിക്കെ 2019 പ്രകാശ് 34 സീറ്റ് ഭാരത് ബെൻസിൻ്റെ ചേസിൽ അസ്ത്ര എന്ന് പറഞ്ഞൊരു ബോഡി, ഒരു വെറൈറ്റി ബോഡി കൊണ്ടുവന്നത്. ഈ ഒരു ബോഡി മെയിനായിട്ട് നമ്മുടെ കുട്ടിവണ്ടി, അതായത് 34 സീറ്റ് ബസ് കാര്യങ്ങൾ, അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഭാരത് ബെൻസിൻ്റെ ചേസ് കാര്യങ്ങളായിരുന്നു. ഇതിൻ്റെ ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു മോഡൽ നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് ഇറക്കിയത് ജയ്ഗുരു ട്രാവൽസാണ്. ആ ഒരു വണ്ടീൻ്റെ എഡിഷൻ നെയിം നോക്കുകയാണെങ്കിൽ അസ്ത്ര എന്നായിരുന്നു. അതേപോലെ പ്രകാശിൽ 15th ആനിവേഴ്സറിയിൽ ഇറങ്ങിയൊരു വണ്ടിയായിരുന്നു, ഒരു എജിഷൻ എജിഷൻ മാതിരി ഇറക്കിയ വണ്ടിയായിരുന്നു സെഡ് കേപ്പല്ല. സ്പെഷ്യൽ എജിഷനായിട്ട് ഇറക്കിയ വണ്ടിയായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി നമ്മുടെ Z1ൻ്റെ സ്ട്രക്ചറിൽ കേപ്പല്ലേൻ്റെ ഫ്രണ്ടും ബാക്കും ആക്കിയിട്ടായിരുന്നു ഈ ഒരു വണ്ടി ഇറങ്ങിയത്. ആകെ നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ വണ്ടി മാത്രമേ ഇത് ഇറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ പ്രകാശ് അവതരിപ്പിച്ചതാണ് സെഡ് വെഗ. നമ്മുടെ വെഗ സത്യത്തിലൊന്ന് സക്സസ്ഫുള്ളായി. അതിൻ്റെ ശേഷം വന്നൊരു മോഡലാണ് സെഡ് വെഗ. ഈ സെഡ് വെഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശ് ഒരു മോഡൽ മാതിരിയല്ല അവതരിപ്പിച്ചത്, ജസ്റ്റ് ഡയറക്റ്റ് ബോഡി കെട്ടികൾ അങ്ങനെ ഒരു രീതിയിലാണ് ഇത് കൊണ്ടുവന്നത്. ഈ ഒരു ബോഡി സത്യത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ക്ലിക്കായി തന്നെ പറയാം. കാരണം നമ്മുടെ ഇപ്പോൾ പ്രമുഖർ വരെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബോഡി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫീൽഡിൽ നമ്മുടെ വെഗയും നമ്മുടെ Z1 BMRഉം നല്ല നിരത്തിൽ തരംഗമേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ്റെ വരവ്, സെഡ് അസ്ത്ര. 2022 സെഡ് അസ്ത്ര എന്ന് പറഞ്ഞ മോഡൽ നമ്മുടെ കേരളത്തിൽ അവതരിപ്പിച്ചത്. അത് റോയൽ ഒമാൻ എന്ന് പറഞ്ഞ ടീമാണ് ഈ ഒരു വണ്ടി ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ അവതരിപ്പിച്ചത് BS6ൽ. ഈ ഒരു ഡിസൈൻ വന്നപ്പോൾ ഇത് നമ്മുടെ ഫുള്ളി Z1 സ്ട്രക്ചറാണ്. പക്ഷേ ഇവർ നമ്മുടെ ബാക്കിൽ നമ്മുടെ കേപ്പല്ലേൻ്റെ ഒരു ഡിസൈൻ മാതിരിയാണ് കൊടുത്തത്. പക്ഷേ സ്ട്രക്ചറും പക്ക നമ്മുടെ Z1 ആയിരുന്നു. പിന്നെ വണ്ടീൻ്റെ ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ വെഗേൻ്റെ ബാക്കിൻ്റെ ഏകദേശം മോഡൽ ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. പിന്നെ സ്ട്രക്ചർ ഫുള്ള് Z1 കാര്യങ്ങൾ അങ്ങനെ ഒരു ടൈപ്പിലാണ് വണ്ടി ഇറങ്ങിയത്. നമ്മുടെ Z1ൻ്റെ കൊമ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിട്ടാണ് വണ്ടി ഇറങ്ങിയത്. പിന്നെ പ്രമുഖർ വരെ എല്ലാവരും ഈ ഒരു ബോഡിയിലേക്ക് തിരിഞ്ഞു എന്ന് തന്നെ പറയാം. പിന്നെ ഈ വണ്ടീൻ്റെ നമ്മുടെ സെഡ് അസ്ത്രേൻ്റെ ബാക്ക് അല്ലാതെ ഇതിൻ്റെ ബാക്കിൽ Z1 കാര്യങ്ങളൊക്കെ ചെയ്ത് പല ട്രെൻഡ് കാര്യങ്ങളിലൊക്കെ ഈ ഒരു ബോഡി കൊണ്ടുവന്നത്, ട്രെൻഡിനൊപ്പം തന്നെ പറയാം. അതുപോലെ നമ്മുടെ ബീസ്റ്റ് ബസ്സാണ് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ ആദ്യമായിട്ട് നമ്മുടെ വോൾവോ കൊമ്പ് കാര്യങ്ങളൊക്കെ ബസ്സിൽ അവതരിപ്പിച്ചത്. നോർമൽ Z1ൻ്റെ കൊമ്പ് കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തിനും ഉള്ളത്. ഇതൊരു വെറൈറ്റി സാധനമായിട്ടാണ് വണ്ടി ഇറങ്ങിയത്. അങ്ങനെ ഇരിക്കെ കേരളത്തിൽ ഫസ്റ്റ് കളർ സെഡ് അസ്ത്ര, നമ്മുടെ ജീസസ് AATP. ഈ ഒരു വണ്ടീൻ്റെ കൊമ്പും അതേ സെയിം ആണെന്ന് തന്നെ പറയാം, നമ്മുടെ വോൾവോ ടൈപ്പാണ് വന്നത്. അപ്പോൾ ഇതുവരെയാണ് നമ്മുടെ പ്രകാശിൻ്റെ റെവല്യൂഷൻ വീഡിയോ. അപ്പം പഴയ വീഡിയോ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബയോയിൽ നമ്മൾ കൊടുക്കുക, അപ്പോൾ മസ്റ്റായിട്ട് കാണുക.